അപ്പോൾ നമുക്ക് പഴം റോസ്റ്റ് തയ്യാറാക്കുന്നതിന് ആദ്യം പഴത്തിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ആ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. എടുത്ത് അതിലേക്ക് ശർക്കര ഒന്ന് ചീമ്പി ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര നമുക്ക് കനം കുറച്ച് ചീമ്പി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയത് എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം എടുക്കേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളവലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് കാഷ്നട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രോക്കൺ കാഷ്നട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കിസ്മിസ് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അവൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അവലൊന്ന് കുതിരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പഴം റോസ്റ്റ് തയ്യാറാക്കാൻ 3 പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 പഴം നല്ല വലിപ്പത്തിലുള്ള കാരണം ഞാനൊന്ന് നടുവേ കീറിയെടുക്കുകയാണ്. അപ്പോൾ ഒരു 2 കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് കീറിയെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുഴുവൻ പഴമായിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അല്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് പഴത്തിൻ്റെ ആ ഒരു ഉള്ളിലെ പോർഷൻ ഒന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഉള്ളിലെ പോർഷൻ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ ഒത്തിരി ആ ഒരു കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. കനം കുറച്ച് കഴിഞ്ഞാൽ പഴം പൊട്ടിപ്പോവും. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് എല്ലാ പഴവും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവല് കാഷ്നട്ടും എല്ലാം അതിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ നന്നായിട്ട് നമുക്ക് അതിൻ്റെ അടിയിലേക്ക് എത്താവുന്ന രീതിയിൽ അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒത്തിരി അമർത്തരുത്. ഒത്തിരി അമർത്തി കഴിഞ്ഞാൽ പഴം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ പഴം എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് പൊരിച്ചെടുക്കാനുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് അല്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി ലൂസായി പോവില്ല. അളവ് കുറവായി തോന്നിയ കാരണം ഒരു 1/4 കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഞാനൊരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നോക്കുക. അതേപോലെ മാവ് ഒത്തിരി ലൂസായി പോവാതെയും നോക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമുക്ക് പഴം ഒന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം. പഴം എല്ലാം തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുകട്ടിയുള്ള ഒരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് പഴം ഓരോന്നായിട്ട് മാവിൽ മുക്കി നേരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഗ്യാസ് ഞാൻ എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി നമുക്കൊന്ന് പഴം ഒന്ന് വറുത്തെടുക്കാം. പഴംപൊരിക്കൊക്കെ ചെയ്യുന്നത് പോലെ പഴം നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് പഴം ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത് കാരണം നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിടണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കുക. ശരിക്കും എണ്ണയിൽ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 സൈഡും ഇതേപോലെ നന്നായിട്ട് മറിച്ചും തിരിച്ചുവിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴാണ് ശരിക്കും പഴം വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പഴം റോസ്റ്റ് തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ പഴം നിറച്ചതെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം.